തുറന്നിട്ട് 2 ആഴ്ചയല്ല. ഞാനൊന്നും ചെയ്തിട്ടല്ലെന്നേ. ആളുകൾ കടയിൽ വരണുണ്ട്, ഭക്ഷണം കഴിച്ചു പോകണുണ്ട്, ഒരു കുഴപ്പമുണ്ടായില്ല. അവര് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് കട അടച്ചോളാൻ പറഞ്ഞു ഒരു ദിവസം. ഇനി പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല, ലൈസൻസ് ക്ലിയർ ചെയ്തിട്ട് വേണം തുറക്കാൻ. പ്രസിഡന്റിനെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ചേട്ടനും കൂടി ഒന്ന് വിളിച്ച് പറയണേ. വേറെ മാർഗമില്ല ജീവിക്കാനേ. അച്ഛനായിട്ട് തുടങ്ങി തന്ന കടയാണ്, നമ്മളായിട്ട് ഇല്ലാണ്ടാക്കിയെന്ന് പറയുമ്പോ ഒരു സങ്കടം. ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്, പൂട്ടിപ്പോയല്ല. നമ്മൾ അരി മേടിക്കണ ബുദ്ധിമുട്ടുള്ളവർക്ക് സങ്കടമുണ്ട്. ശരിയെന്നാ. ഏട്ടാ, മാളില് വന്ന പുതിയ തിയേറ്റർ ഇല്ലേ, എന്താണത്, മൾട്ടിപ്ലക്സോ? അവിടെ സിനിമ കാണാൻ പോണെന്ന് മോൻ പറയുന്നു. എന്ത് സിനിമ? എന്തോ അർമാദെന്നും പേര്. നീ മോനും കൂടി എന്നെ കൊല്ലാൻ ഇറങ്ങിയൊക്കെയാണ്. നമ്മുടെ ജീവിതമാർഗം പൂട്ടിക്കിടക്കണ നിനക്കും കൂടി അറിയാവുന്നതല്ലേ. അപ്പൊ അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ നീ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? സരിയേട്ടാ, എന്താ ഇങ്ങനെ ഇരുന്ന് നിങ്ങള്? ഒരു കസേര എടുത്ത്. കസേര വേണ്ട, ഞാൻ പീടിയെ പോയി, തുറന്നിട്ടില്ല. എന്ന് വെച്ച് കട തുറന്നിട്ട് 2 ആഴ്ചയാടാ. സുഖയില്ലേ? സുഖമില്ലാതെ അല്ല, പഞ്ചായത്തുകാർ ഒന്ന് ലൈസൻസ് കട്ടാക്കി കട പൂട്ടിച്ചല്ല, അത് സീൽ ചെയ്ത്. എന്തെന്നാ പ്രശ്നം എന്നാ? എടാ, സത്യശീലനില്ല എല്ലാത്തിനും എതിരെ പരാതി കൊണ്ടുവരുന്ന കൊടുക്കണ ആള്. അയാൾ ഒരു ദിവസം ഒരു ചായ കുടിക്കാൻ വന്ന് രാവിലെ. നമ്മുടെ ബായി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാനിങ്ങടെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. അത് ശരി. ഇയാള് കട്ടൻ ചായയാണ് കുടിച്ചത്. എത്രയെന്ന് ചോദിച്ചപ്പോ പാലൊഴിച്ച ചായയുടെ കാശ് മേടിച്ച അയാളോട്. ഇയാൾ ആ പൈസയും കൊടുത്ത് ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങി പോയതാണ്. അയാൾ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഹെൽത്തുകാർ വന്നിട്ട് വിലവിരപ്പട്ടിക പ്രദർശിപ്പിച്ചിട്ടില്ല, അടുക്കള ക്ലീൻ അല്ല, ബായിക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ കൊടുത്ത മുണ്ടിന് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇതുമൊക്കെ എഴുതി തന്ന് ഫൈൻ. ആ ഫൈനും അടക്കണമെങ്കിൽ ലൈസൻസും പുതുക്കിയാലേ കട തുറക്കാൻ പറ്റുള്ളൂ. ഈ ചങ്ങായി കഴിഞ്ഞ സമമ്മന്റെ അടുത്ത് ആലയിൽ ഫൈൻ മറ്റേ ചാണകം മണക്കുന്ന മറ്റു കേസ് കൊടുത്തതാ. എടാ, ഇയാൾ അയാളുടെ വീടിന്റെ ഓടിന്റെ മുകളിൽ കാക്ക തൂറിയ കാക്കക്കെതിരെ കേസ് കൊടുക്കുന്ന ആളാണ്. ഞാനുണ്ടായെങ്കിൽ ഇയാളോട് പൈസ മേടിക്കാതെ വിട്ടാനെ. வாங்க சார், வாங்க சார். பூ வேணுமா? பூவே ഇതെന്താ ഇത്? സാർ, ആർക്കും തെരിയില്ല. മുല്ലപ്പൂ മാല. മുല്ലപ്പൂ മാല. അതെനിക്ക് മനസ്സിലായി. ഇതൊന്ന് എന്റെ ഭാര്യ തന്റെ അടുത്ത് അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. அப்படியா? அது போற இனி வேணுமா? താൻ എത്ര എന്റെ ഭാര്യക്ക് കൊടുത്തത്? അത് 6 ഇത് എനിക്ക് ஞாபகத்துல வரல. ഒരു മുഴം വാങ്ങിച്ചു തന്റെ കയ്യിൽ നിന്ന്. 100 രൂപ ഒരു മുളം. ഇത് താനൊന്ന് അളന്ന് കാണിക്ക്. കറക്റ്റ് ഒരു മുളം. കറക്റ്റ് ഒരു മുളം. ഇതാ ഒരു മുഴം. ஆமா, அது உங்க கை பெருசா இருக்கும், என் கை சின்னதா இருக்கும்ல. ഇത്ര മീറ്റർ, ഇത്ര സെന്റിമീറ്റർ, അങ്ങനെ കണക്കുണ്ട്. சார், இப்ப நாங்களெல்லாம் நான் 30 வருஷமாயிட்டு இந்த பூ கச்சவடம் செய்யற ஆளு. எங்களை பாரம்பரியமா இப்படி எத்தனை முளம்னு சொல்லி இப்படி முளம் இப்படி அளந்து കൊടുക്കും. ഏടോ, നീ അളന്ന് കൊള്ളുന്ന എന്ത് വേണമെങ്കിൽ കൊടുത്തു, അതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ നീ കച്ചവടം ചെയ്യുമ്പോ ഇതിനൊരു കണക്കും വൃത്തിയൊക്കെ വേണം, അളവ് വേണം. ലീഗൽ മെട്രോളജി വകുപ്പ് എന്നൊരു സംഗതി കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അളവും തൂക്കൊക്കെ നോക്കുന്ന ഒരു വകുപ്പ്. ഞാനെങ്ങനെ അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ താൻ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അറിയാം എനിക്ക്. என்ன சார் இது? ചേട്ടാ, ഇത് അവിടെ നിൽക്കൂ. ഒരാളെ ചെക്ക് ചെയ്തിട്ട് ചേട്ടാ ഉദരക്കോ. ചേട്ടാ, ഇതെന്താ ചേട്ടാ? ഇതെന്താ ചേട്ടാ? இது கூட எனக்கு இந்த முல்லைப்பூ விற்கிற ஆளு நானு. പൂവാ? பூ விற்கிற கூட இது வீட்டு പോകുമ്പോ ഇത് ഇവിടെ ഇത് തിയേറ്റർ ഉള്ള ഇത് മൾട്ടിപ്ലക്സ് തിയേറ്റർ. ഇത് ഉള്ള ഇത് നോ, ഇതിന് ഉള്ളിൽ ഇത് പറ്റില്ല ചേട്ടാ. ഇത് നിങ്ങൾ പുറത്ത് വെക്കില്ലെങ്കിൽ. അല്ല, ഇത് എന്റെ സാധനം. ഇത് പുറത്ത് വെച്ച എന്താ ഇത്? ഇതെന്താ സാധനം? ഇതാ. എന്താ ഇത് ഞാന് இந்த தமிழ் படம் கிடைக்குது, நம்ம தலைவர் படம், சூப்பர் ஸ்டார் படம், அந்த படம் காண வந்தது நானு. അതെ, அந்த படத்துல தலைவரை ஸ்கிரீன்ல காணிக்கும் போதே இப்படி எடுத்து
എന്താ ചേട്ടാ ഇത് കാണിക്കുന്നത്? ഇതൊന്നും ഇവിടെ സമ്മതിക്കില്ല ഇത് തിയേറ്ററിൽ. எங்க ஊர்ல எல்லாம் தியேட்டர்ல தலைவரை பார்த்தா இப்படி எல்லாருமே எரிஞ்சு இப்படி ஆர்க்கும் இப்படி. ചേട്ടാ ഇത് ഓളപ്പറയല്ല, ഇത് മൾട്ടിപ്ലക്സ് തിയേറ്റർ. ശിവന്തി, ഓ ഞാൻ പുറത്തു പോയിട്ടെ. എവിടെ പോണ? ഒരു കോഫി കുടിക്കാൻ. കോഫി ഇവിടെ നിന്ന് കുടിച്ചാ പോരെ? ഇവിടുന്ന് എത്ര പൈസ? ആ പുറത്ത് 10 രൂപയുള്ളൂ. ചേടാ നിങ്ങളിത് എന്റെ ഒരു പെട്ടിക്കട മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതിലൊന്നുമില്ല. ഇതെന്താ ഇത്? ഇതെന്താ കമ്പി? കമ്പിയാ? ഇതെന്താ ഇത്? ഇത് കുത്തുന്നു. സാർ സാർ കമ്പിയൊന്നും ഇല്ല ഇത്. അത് എന്താ സാധനം? അത് എന്ത് സാധനം? അത് എടുക്ക്, പുറത്തെടുക്ക്. ഇത് എന്താ ഇത്? ഇത് പല്ല് കുത്തി. പടത്തിന് ആള് കുറവല്ലേ? കുഴപ്പമില്ല. അല്ല കച്ചവടം ഉണ്ട്. കച്ചവടം മോശമില്ല. മോശമില്ല. പോപ്കോൺ എങ്ങനെയുണ്ട് ഇപ്പൊ? ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റ്. കുറച്ച് വാങ്ങാം. ഒരു സാമ്പിളോട്ടോ. സാമ്പിൾ 2 മണി എടുത്ത് സാമ്പിൾ. പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് സാമ്പിൾ കഴിക്കാം. ചേട്ടാ അങ്ങനെ കൊടുക്കില്ലേട്ടാ? അല്ല, എൻ്റെ ഒരു ആഗ്രഹം. മോശമല്ല, നല്ലതാ. തുമ്മാട്ടാ ഞാൻ പിന്നെ പോകുമ്പോ. ഇതെന്താ മാഡം ഇത്? ചുക്കുവെള്ളം. എന്ത് വെള്ളം? ചുക്കുവെള്ളം. ചേച്ചി സുക്ക് വെള്ളം ഇവിടെ ഇല്ല, നോട്ട് അലൗഡ് ചേച്ചി. ഇവിടെ തിയേറ്ററിൽ കിട്ടുമോ? അത് ചുക്കുവെള്ളം കിട്ടുമോ തിയേറ്ററിൽ? സാർ ഇവിടെ ഇത് ടീ, കോഫി, ലൈം ടീ, അങ്ങനെ ജിഞ്ചർ ടീ അതെല്ലാം കിട്ടും. എനിക്ക് മൂത്രത്തിക്കലിന്റെ അസുഖം. ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റ് ഇടവിട്ട് അത് തന്നെ കുടിക്കണം. സാർ എന്നെ പിന്നെ എന്തിനാ തിയേറ്ററിൽ വന്ന്? സാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും സാർ. അത് സിനിമ കാണാൻ പാടില്ലേ? സാർ ഇത് തിയേറ്ററിൽ ഇത് അലൗഡ് അല്ല. ഇതൊരു ചേച്ചി കച്ചവടം. പ്ലീസ്, പൈസ ഇങ്ങോട്ട് ഞങ്ങൾ പോയിക്കോളാം. ചേച്ചി പ്ലീസ്. സാർ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജർ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ചേച്ചി നീ കൊടുക്കാൻ please. എടുക്ക്. അത് പ്ലീസ് നിങ്ങൾ തിയേറ്റർ സിനിമ ഞാൻ കളയുമ്പോൾ ഇത് പറഞ്ഞല്ലേ തരാം. ശാരദയെ പോന്ന, അപ്പൊ നിനക്ക് ഇവിടെ തന്നെ വരണം. അനുഭവിച്ചോ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇത് ടോക്കൺ വെച്ചോളൂ. ഇത് സിനിമ കഴിഞ്ഞിട്ട് സാർ പുറത്തെ കൗണ്ടറിന് അവിടുന്ന് ഇത് സെക്യൂരിറ്റി തരും. AC-ലിരിക്കുമ്പോ കുടിക്കാനാണ്. അല്ല, അതിന് ഇവിടെ ഉണ്ട് ചേച്ചി. നമുക്ക് ഇവിടെ ടീ, കോഫി എല്ലാം ഉണ്ട്. ചേച്ചി ആ ചുരിദാർ കഴിച്ച അവിടെ വെച്ചോ, ആ കൊട്ടയില്. അല്ല അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്ന EVR സിനിമാസിലാണ്. അതെ, 1 മാസം മുമ്പ് ഇവിടെ റിലീസായ മുട്ടത്തോട് വാസു, അന്ന് ആദ്യം തന്നെ ഞാൻ ഇതിനെ റിവ്യൂ ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, മുട്ടത്തോട് വാസു എന്ന പൊട്ടപ്പടം. ആ പടം ഇന്ന് സോഷ്യൽ മീഡിയ 2 ദിവസമായി വൈറലായിരിക്കുകയാണ്. 100 കോടി ക്ലബ് ഇടം പിടിച്ചിരിക്കുന്നു മുട്ടത്തോട് വാസു. എങ്ങനെ നമ്മളെ ഓൺലൈൻ ആപ്പ് വെച്ച് ബുക്ക് ചെയ്യുമ്പോ എല്ലാം ഇഷ്ടം പോലെ ഫുള്ളാ. തിയേറ്ററിൽ വരുമ്പോ 5, 6, 7, 8, 9 മാക്സിമം 10 പേരാണ് പടക. 10 പേര് മാത്രമാണ് പടക. ഇപ്പൊ എങ്ങനെയാണ് 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുട്ടത്തോട് വാസം ഏത് ക്ലബിലായിരിക്കണം? സാംസ്കാരിക ക്ലബില്ല, ക്ലബിലാണ് 100 കോടി ക്ലബ്. നീങ്ങിക്ക്. അല്ലല്ല, നിങ്ങൾക്കാണ് നല്ലതാണ്, നിങ്ങളുടെ സിനിമക്ക് നല്ലതാണ്. നിങ്ങൾ കൂടെ സൈഡിൽ നിന്നോ. ചേട്ടൻ ഇവിടെ ബോംബ് വെക്കാൻ വന്നാലും ഒരു സിനിമ കാണാൻ വന്നു പോയതാണ്. ചേട്ടൻ ബോംബ് വെക്കാൻ വന്നല്ല. ആരെങ്കിലും വന്ന് ബോംബ് വെച്ചാൽ ചേട്ടനും ഫാമിലി എല്ലാം ഉള്ളതല്ലേ. ഇവിടെ പറഞ്ഞ പിള്ളേര് ചേട്ടാ പടക്കം, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ലല്ലേ? ചേട്ടൻ ബെറ്റർ സിനിമയ്ക്ക് വരാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണേണ് നല്ലത്. പ്രശ്നമാണ് ചേട്ടാ. വെയിറ്റ് ചേട്ടാ, നോക്കട്ടെ. എന്താ സാർ ബീപ്പ് കേൾക്കുന്നുണ്ടല്ലോ? എന്താ സാർ അത്? ഇവിടെ എന്തെല്ലാം ഉണ്ടോ സാർ? അവിടെ ഒന്നുമില്ല, പുള്ളി വിസിലടിച്ചതാണ്. കുട്ടീനെ കളിപ്പിച്ചാണ്. ചേട്ടാ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. ഇത് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ ബീപ്പ് അവിടെ ഇത് കേൾപ്പിച്ചാൽ ഞാൻ ഇതാവില്ലേ? ഓക്കെ, കേറി നിന്നോ, നിങ്ങളോട് വൈറലാവും. വാ, ഞാൻ വൈറലാണ്. മുട്ടത്തോട് വാസു എന്ന പൊട്ടപ്പടം വീട്ടിൽ കഴിച്ചു 100 കോടി ക്ലബിൽ ഇടം നേടുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും തട്ടിപ്പ്. അതെ, 100 കോടി ക്ലബിൽ 100 കോടി 50 കോടിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. താൻ ഇവിടുന്ന് മാറും. തിയേറ്ററിൽ ആരും ഇല്ലല്ലോ. തിയേറ്ററിൽ ആളുണ്ടോ ഇല്ലെന്നുള്ള താനെന്തിനാണോ നോക്കണേ? എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കുറെ പേരുണ്ട്. തന്റെ പ്രതീക്ഷ തന്റെ വീട്ടിൽ പോയിച്ചാണോ? മാറണോ? നോക്കണേ കേട്ടോ, വയറ്റുള്ള സ്ത്രീയാണ്. അലക്ക് ഇതൊന്നും വേണ്ട, ഞാൻ ഇന്നലെ സ്കാൻ ചെയ്തതാണ്. കുട്ടി ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ല ചേച്ചി, അത് നോക്കണം ചേച്ചി. നോക്കണ്ട ചേച്ചി ഒന്ന് കൈ അല്ല, ഇനിയിപ്പോ കുട്ടീനെ പുറത്ത് വെച്ച് പോകേണ്ടി വരുമോ? ചേച്ചി അങ്ങനെ പറയല്ലേ, ഇത് ഞങ്ങൾ ഡ്യൂട്ടി ചേച്ചി. വേണ്ട കൈ കൊണ്ട് നോക്കിക്കോ. ഇതൊന്നും പറ്റൂല, മെഷീൻ ഒന്നും ഇന്റെ ദേഹത്ത് പറ്റൂല. ഞാൻ ഗർഭിണിയാണ്.
വാങ്ങിത്തരാം. എന്താ പറയണവൻ? പടം കണ്ടാ പോരാ നിനക്ക്? എനിക്ക് പോപ്കോൺ വേണം. നീ പോപ്കോൺ തിന്നാൻ വന്നതാ സിനിമ കാണാൻ വന്നതാ? ഇന്റർവെൽ ആകുമ്പോ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? കേറിയിരിക്കവിടെ. ഏത് പടാ കാണുന്നു? ആരോ? അതെ, നിങ്ങൾ ഏത് പടാ കാണാൻ വേണ്ടി പോയി? നമ്മള് മറ്റേ മട്ടുപ്പാവിലെ അട്ട. മൊട്ടപ്പാപ്പിലട്ട പൊട്ടപ്പടല്ലേ? മൊട്ടപ്പാവിലട്ട പൊട്ടപ്പടല്ലേ? നീയല്ലേ പറഞ്ഞ ഈ പടം കണ്ടില്ലേ പിന്നെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, നഷ്ടമാണെന്നൊക്കെ. എന്ത് ഇയാൾ ആ പൊട്ട റിവ്യൂ പറയുന്ന ആളാണ്. ഞാൻ സ്ഥിരം കാണില്ല അയാളുടെ വീഡിയോ. വെറും പൊട്ട റിവ്യൂ ആണ്. വന്നു പോയില്ലേ? എന്തിന് വന്ന് അങ്ങനെ എന്തൊക്കെ നമുക്ക് വരുന്നുണ്ട്. അല്ല, ടിക്കറ്റ് എടുത്ത് പിന്നെ കാണാൻ നിവർത്തിയില്ലല്ലോ. വെറുതെ സമയം കളയണ്ട. എന്റെ റിവ്യൂ തരാം. അവള് കാണാറുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. എന്റെ റിവ്യൂ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ച്. ഈ ഒരു പടത്തിന് വന്നാണ് കുറെ കാലത്ത് ഒന്ന് കാണാൻ സമ്മതിക്കും. പൊട്ട സമയം കളയണ്ട. കേറി ഇരിക്കണ, ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ? പോപ്കോൺ, ഞാൻ ആ പോപ്കോണിന്റെ മിഷനിലിട്ട് ഞാൻ കറക്കും. ഞാൻ നിന്ന ഒറ്റ കാര്യം ഉണ്ണീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ചളെ ഒരു മറക്കും. പണി, ഇതൊക്കെ ഒന്ന് അലക്കി ഒന്ന് കുളിക്ക് ചെല്ലി. വേസ്റ്റ് എല്ലാം കളയാൻ കൊണ്ടുവന്നതാ ഇതില്. കുട്ടികൾക്ക് ഛർദി വരെ അതിന് എടുത്തു വെക്കണാണ് പ്ലാസ്റ്റിക് കവർ. ബിസ്ക്കറ്റ് ഉണ്ട് ചേട്ടാ, ഇത് ഇവിടെ പറ്റില്ല ചേട്ടാ. അല്ല, ഇത് മോൾക്ക് ഇന്റർവെൽ നിന്നുള്ള. അല്ലെ, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടെ അലൗഡ് അല്ല. അല്ല, ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ല ചേട്ടാ, അതല്ല, ഇവിടെ ഫുഡ് കോർട്ടിൽ കിട്ടും. ചേട്ടൻ ഇവിടുന്ന് മേടിക്ക്. ഈ സിനിമ കഴിഞ്ഞ് പോകുമ്പോ ഇത് തരും കേട്ടോ. കേട്ടോ? ഇവിടെ ആളില്ല ഇവിടെ. ഒരു ടീ വേണം. ഒരു വട്ട இருக்குதா? കട്ടൻ ടീ, കട്ടൻ ചായ. കട്ടൻ ചായ ഇല്ല. ഇല്ലേ? ഇല്ല ഇല്ല, പിന്നെ ചായ മാത്രം. ചായ പാൽ ചായ. ഒരു ചായ തരും. கடலை இருக்கா? கடலை இல்ல. கப்பலண்டி இல்ல? கப்பலண்டி இல்ல. ஹை, அங்க ஒரு ஆள் என் கீஸ் ஜோப்ல இருந்த இந்த கடலை வாங்கி வச்சுட்டு ഇവിടെ വന്നാ കിട്ടുന്നു പറഞ്ഞു. கடலைக்கு ஒரு போப்கார்ன் എടുക്കട്ടെ? പോപ്കോൺ എടുക്കട്ടെ? പോപ്കോൺ അതെന്നത്? അതാ, അത് എങ്ക ഊരിലെ സോളാപ്പരി. അതെനിക്ക് വേണം. ഇങ്ക ഊരിലെ പോപ്കോൺ. പോപ്പോ എന്നാ ഊരുത്? ചായ 60 രൂപ. 60 രൂപ. ₹60? ആ, 60 രൂപ. ഞാൻ ടീ മട്ടും തന്നെ വാങ്ങണേ. അതെ, ടീക്ക് തന്നെ 60 രൂപ. இதுல பாலும் பஞ்சசாரையும் தண்ணி மட்டும் தானே இருக்கு. ஆமா, நம்ம இது இதுதானே மல்டிப்ளெக்ஸ் தியேட்டர். எங்க ஊர்லாம் 5 ரூபா தான் டீக்கு இருக்கு. அது இந்த மாதிரி பிளாஸ்டிக் கடல இந்த கிளாஸ் இல்ல, சில்லி கிளாஸ்ல கிடைக்கும். இந்த ஊர்ல ഇങ്ങനെയാണ്. இந்த ஊர்ல ഇങ്ങനെയാണ്. எனக்கு இந்த டீ வேண்டாம். ஏய், എന്താ കാശ് തരുവോ? ജന്തുക്ക നിയമങ്ക ഞാൻ എന്നുകൊണ്ട് പൂ അടിക്കാറില്ലേ, അത് ഇപ്പൊക്കെ. എടാ നായ, എന്റെ കയ്യിൽ നിന്ന് പൂ അടിച്ചിട്ട് എന്റെ മകളെ എന്നെ വളയ്ക്കാൻ നോക്കണ. ഇല്ലടാ, ഞാനേ തിയേറ്ററിൽ മറ്റേ പടം കാണാൻ വന്നാണ്. അവന് പോപ്കോൺ തിന്നണോന്നും പറഞ്ഞ വേള ഒരു പോപ്കോൺ മേടിച്ചു കൊടുക്കാനേ. ആയാലും പടം കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടാ. ആ പിള്ളേരൊരാഗ്രഹമല്ലേ. ആ ശരി, ഞാൻ വിളിക്കാം കേട്ടാ. ആ ചേട്ടാ, 3 പോപ്കോൺ. കുടിക്കാൻ എന്താ ഉള്ള? കുടിക്കാൻ കോളയുണ്ട് കേട്ടോ. കോള? വെള്ളമില്ലേ? വെള്ളം തീർന്നു. അയ്യോ, കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം അവിടെ വാങ്ങി വെച്ചെന്നേ. ആ, അത് അതിനകത്ത് കട്ടൂല. കോള വേണ്ട, കോള എടുക്കട്ടെ? കോള വേണ്ട, കോള ശരിയല്ല. കോള വേണ്ട. സമൂസ എത്ര? സമൂസ അത് 80 രൂപ. സമൂസക്ക? അപ്പൊ ചിക്കൻ അല്ലേ? സ്വർണ്ണ ഉള്ളില്? സ്വർണത്തിന് 80 അതിന് അത്ര കിട്ടൂല. പൊന്നിയേട്ടാ, ഇങ്ങനെ കുത്തിക്കൊല്ലല്ലേ ഏട്ടാ. ഇതെത്രയാണ്? അത് 900. 900? ആ, പോപ്കോണിനാ? ആ, പോപ്കോൺ ഒന്നിന് 300. എന്റെ ചേട്ടൻ ഒരു കത്തി എടുത്തിട്ട് കുത്തി കൊല്ലാൻ പാടില്ല എന്ന ആളുകളെ. എന്തായി പറയുന്നത് നിങ്ങൾ? ഇത് പുതിയതായിട്ട് ഇങ്ങനെ പൊട്ടി ഇറങ്ങിയതാ?
നിങ്ങൾ ഇപ്പൊ തുടങ്ങിയതാ? എന്താ നിങ്ങൾ ഈ പറയണ ഒരു ഇതിനൊരു വിലയില്ലേ? അതിനുള്ള വിലയല്ലേ പറഞ്ഞേ. അതിനിവിടെ വില വരെ പട്ടിക എവിടെ? വില വരെ പട്ടികൊന്നുമില്ല. 900 രൂപയൊക്കെ ഞാൻ തരാം. എനിക്ക് ബില്ല് കിട്ടണം. ബില്ലും തരാൻ പറ്റില്ല. ബില്ല് തരാൻ പറ്റൂലെന്നാ. ഇതേ പൂരപ്പറമ്പിൽ 10 രൂപ കിട്ടുന്ന സാധനമാണ്. അവര് പപ്പാഞ്ഞിയുടെ തൊപ്പിയിലിട്ടിട്ട് 900 രൂപ. ആവർത്തനം പറയരുത്. എന്താ ഇവിടെ ഒരു നിയമമില്ലേ, നീതിയില്ലേ? അതിനൊരു മര്യാദ വേണം. വില വരെ പട്ടിക വേണം. മര്യാദ ഇല്ലാത്ത ഒരു തിയേറ്ററിൽ ഇങ്ങനെ ഒച്ചപ്പാടും എന്റെ ചേട്ടാ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. 900 രൂപയെന്ന് 3 പോപ്കോണിന്. മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ചേട്ടാ. എന്ത് തിയേറ്ററാണ്? തിയേറ്റർ എനിക്ക് വേണ്ട. എനിക്ക് ആ പോപ്കോൺ മാത്രം മതി. ഒരു ബിസ്ക്കറ്റ് കുട്ടി കരയണ്. ബിസ്ക്കറ്റ് ഇല്ല. ബിസ്ക്കറ്റ് ഇല്ല. അത് ബിസ്ക്കറ്റ് ഇല്ലാത്ത ബിസ്ക്കറ്റ് ഇല്ല ഇവിടെ. ഇല്ലാന്ന് പറഞ്ഞപ്പോ വരുമ്പോ ബാഗിനകത്ത് മേടിച്ചു വെച്ചല്ലോ അയാള്. അതോടെ നിയമമാണ് ചേട്ടാ. എന്ത് നിയമം? എന്ത് നിയമം? കുടിക്കാൻ വെള്ളവും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഇവിടെയും ഇല്ലെന്ന് അവിടെ വാങ്ങിയൊക്കെ എന്നോട് എന്താ പറഞ്ഞാൽ എന്താ അറിയാം, ഇവിടെ ഉണ്ട്. ഇവിടെ ബിസ്ക്കറ്റ് വിൽപ്പനയില്ല. പിന്നെ എന്താ ഇവിടെ പോപ്കോൺ നമുക്ക് വേണ്ട. സമൂസ ഇതൊക്കെ അല്ലോ. കുട്ടി നിലവിളിക്കാണ് ബിസ്ക്കറ്റ് ഇല്ല. നിങ്ങൾ ബിസ്ക്കറ്റ് അടിക്കുക, അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റ് മേടിച്ചു തരി. ഞങ്ങളുടെ അടുത്ത് വായുന്ന എടുത്ത് തരാൻ പറ്റുമോ? വായുന്നല്ല, ഞാൻ കൊണ്ടുവച്ച ബിസ്ക്കറ്റ് എടുത്ത് തരി. അത് നിങ്ങളാണ് മേടിക്കുക. ഇവിടെ ബിസ്ക്കറ്റ് ഇല്ല പോലെ. ബിസ്ക്കറ്റ് ഇല്ലേ? നിങ്ങൾ പോയി കംപ്ലൈന്റ് ചെയ്യും. നമ്മളോടൊന്ന് പറയണ്ട. ഞങ്ങളൊന്ന് പറഞ്ഞ കാര്യം. അതെ സാറേ, നമ്മളിവിടെ സിൽമാണം വന്നോ. സിൽമാണം വന്നപ്പോ അവിടെ ഒരാള് നമ്മളെ ബാഗിലുള്ള മോളെ ബിസ്ക്കറ്റ് പിടിച്ചു വെച്ച്. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താ പിടിച്ചു വെക്കണം, ഇത് കൊട്ടാൻ പാടില്ല, നിങ്ങൾക്ക് വേണം ഇവിടുന്ന് മേടിച്ചോളി. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ബിസ്ക്കറ്റ് വെച്ചപ്പോ ഇവിടെ ബിസ്ക്കറ്റ് ഇല്ല. ഇവിടെ ബിസ്ക്കറ്റ് ഇല്ല. അല്ല അതല്ല, അതെന്താണെന്നറിയോ, നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അങ്ങനെ ഫുഡൊന്നും കൊണ്ടുവരാനുള്ള ഒരു അനുമതി ഇല്ല. അതെ, പിന്നെ കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അത് അവിടെ വാങ്ങി വെച്ച് ഇവിടെ വന്നിട്ട് വെള്ളം ചോദിക്കുമ്പോ വെള്ളം തീർന്നു. അല്ല, ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നുമില്ലേ? കോളയുണ്ട് സാർ, അത് അവർക്ക് വേണ്ടെന്ന്. കോള നമുക്ക് വേണ്ട. മൂപ്പര് വെള്ളം ചോദിച്ചാൽ വെള്ളമില്ല, നമ്മൾ ചോദിച്ചാൽ ബിസ്ക്കറ്റ് അതും ഇല്ല. എന്റെ പൊന്ന് സാറേ, 10 രൂപക്ക് മേടിക്കാൻ കിട്ടുന്ന പോപ്കോണാണ് അത് പുറത്ത്. 300 രൂപയാണ് അതിന് വാങ്ങണത്. ടിക്കറ്റിന് മേടിക്കുന്ന പൈസ കൂടുതലാണ് ഒരു പോപ്കോണിന് വാങ്ങണം. ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഇതൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റണ്ടേ? പൈസ വാങ്ങണേനല്ല, ഈ നാട്ടിലൊരു നീതി നിയമമൊക്കെ ഇല്ലേ? ഞാൻ പറയട്ടെ, വേറെ ഇതിനേക്കാൾ കുറഞ്ഞ ചാർജിൽ ടിക്കറ്റ് കിട്ടുന്ന വേറെ തിയേറ്ററുകളൊക്കെ ഉണ്ടോ? അത് ശരി. അപ്പൊ മാളിൽ നമ്മൾ വരാൻ പാടില്ല. അതല്ല, നിങ്ങൾക്ക് ഈ സൗകര്യത്തിൽ നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൈസ അല്ലാതെ എന്ത് വർത്താനങ്ങൾ പറയണത്? ഞങ്ങൾ കാണണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുറന്നിരുന്നിട്ട് എന്താ കാര്യം? അല്ല, അത് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. നമുക്ക് ഓരോന്നിനും ഓരോ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്ന ആ ബിസ്ക്കറ്റ് നമ്മൾ ഉള്ളിലേക്ക് ഉണ്ടായി, നിങ്ങൾക്ക് എന്താ വരാൻ പോണേ ഇപ്പൊ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ തുറന്നിരിക്കണ്ടല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, മാനം മര്യാദക്ക് ഒരു ചായക്കട നടത്തിയിരുന്നവനാണ് ഞാൻ. എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണമെന്നറിയാമോ? ഫുഡ് സേഫ്റ്റി ലൈസൻസ്, വെള്ളം പരിശോധിച്ചതിന്റെ ലൈസൻസ്, ജീവനക്കാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം പാലിച്ചിട്ടും ഒരു കട്ടൻ ചായക്ക് ചായയുടെ പൈസ മേടിച്ചു പോയതിന് പരാതി കൊടുത്തിട്ട് കട അടച്ചു പോയവനാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ? പിന്നെ തോന്നിയ പൈസ വിളിച്ചു പറഞ്ഞാ ഈ രാജ്യത്ത് നിയമങ്ങളില്ലേ? സാർ ഒരു ചായക്കട നടത്തിയപ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ സാറൊന്ന് ആലോചിച്ചാൽ മതി, ഇതേപോലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഇതേപോലെ ഒരു കഫേ നടത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ റിസ്ക് എന്താണെന്ന് ആലോചിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സാർ എന്തായാലും കൊള്ളാക്കൊല്ലല്ലേ സാറേ? സാധാരണക്കാർക്കും എന്തെങ്കിലുമൊക്കെ മാറ്റി തിന്നണ്ടപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ഈ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ചെലവുകൾ വരും. ഇത്ര കാശിന് കണക്ക് പറഞ്ഞ ആളല്ലേ ഇന്റെ ആ ബിസ്ക്കറ്റിന്റെ പൈസ കെട്ടതാ? അങ്ങനെയൊക്കെ പറയണത്. നിങ്ങളുടെ ബിസ്ക്കറ്റ് എന്താണെങ്കിൽ അവിടുന്ന് മേടിച്ചോളാം. ആ മേടിച്ച് തന്നില്ലപ്പോ എന്താ പോണെന്ന് അറിയോ? തിയേറ്ററിന്റെ അകത്ത് കുട്ടി അവസാനം വരെ ഇരുന്ന് കരയും. അത് അവിടെ ആൾക്കാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഇവിടെ ഇതിന്റെ അകത്തേക്ക് വേറെ ഫുഡൊന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് കടത്താൻ പാടില്ല. അത് നിയമമാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ആ നിയമം അനുസരിച്ചിട്ട് ഇവിടെ സിനിമ കാണുകയും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ തിയേറ്റർ. നിങ്ങൾക്ക് സൗകര്യം സിനിമ ഉണ്ടാവും. മേനകരാ പോയത് ഒരു ഗർഭിണിയായ പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കല് മനുഷ്യനാണോ? അല്ല പിന്നെ അതെ മോളൊറ്റക്കാണ് ഞാൻ